വരൂ. ചൂടും വെയിലും കാരണം വീട്ടിനകത്തും പുറത്തും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എ സിയും ഫാനും ഒന്നും ഇല്ലാതെ വീട്ടിനകത്ത് ഇരിക്കുന്ന കാര്യം പോലും ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ വഞ്ചൂർ സ്വദേശി കമലയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ ചൂടൊന്നും തന്നെ ഇല്ല. എന്താണ് ഈ വീടിന്റെ നിർമ്മാണത്തിൽ തന്നെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു? ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? സിമെന്റിന്റെ ഉപയോഗം വളരെ കുറവാണ്. പിന്നെ ചെളിക്കെട്ട് കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. തറയാണെങ്കിൽ തറയോടും കരിങ്കല്ലുമാണ്. ഇതെല്ലാം ചൂട് കുറയ്ക്കാൻ പരമാവധി നമ്മളെ സഹായിക്കുന്നു. പിന്നെ ചുറ്റിനും മരങ്ങളും. മരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ഈ വീട്ടിന്റെ തൊട്ടടുത്ത് വീടിനോട് ചേർന്ന് തന്നെ യഥാർത്ഥത്തിൽ വീട്ടിനകത്തൂടെയാണ് ഈ പ്ലാവ് വളരുന്നതെന്ന് പറയാം. ഒരു വശത്ത് ഓട് പൊട്ടിച്ച് പ്ലാവ് ഇങ്ങനെ മേലോട്ട് പോയിക്കുക. ഇതിങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ വീട് പണിഞ്ഞതാ? മരങ്ങൾ വെട്ടുന്നതിനോട് ഞങ്ങൾക്കാർക്കും തന്നെ താല്പര്യമില്ല. അത് കാരണം ഞങ്ങളുടെ ആർക്കിടെക്റ്റും അതിനോടൊപ്പം നിന്നു. ചെളി കൊണ്ടാണ് ഇത് നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതായത് ഞങ്ങൾക്ക് പഴയൊരു വീട് ഇവിടെ ഉണ്ടായിരുന്നു. അത് ചെളിക്കെട്ടായിരുന്നു. അതിന്റെ ചെളി ഉപയോഗിച്ച് ഇതിന്റെ ഈ പുറം ഭാഗം മാത്രമേ ഉള്ളൂ സിമെന്റ്. അകമൊഴുക്കിയും ചെളിയാണ്. ഇത് കരുൺ, കമല ചേച്ചിയുടെ മകനാണ്. അമേരിക്കയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അമേരിക്കയിലാണോ ഇവിടെയാണോ ഇപ്പോൾ ചൂട് കൂടുതൽ? തീർച്ചയായിട്ടും ഇവിടെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ. പിന്നെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള വീടുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടും മരങ്ങളൊന്നും തന്നെ വെട്ടാതെ നിൽക്കുന്നതുകൊണ്ടും നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത കൊണ്ടും അകത്ത് ചൂട് വളരെയധികം കുറവാണ്. പല സമയങ്ങളിലും ഉച്ചയ്ക്കാണെങ്കിലും പുറത്ത് സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. നാച്ചുറലായിട്ട് കാറ്റുണ്ട്, ചൂടിൻ്റെ കുറവ് അതിന് ഉണ്ട്. വാർത്തേക്കുന്നതും ഒരു പ്രത്യേകതയുണ്ട്. ഓട്, അതെ, ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഓട് പാവിയിട്ട് അതിൻ്റെ മേലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിമെൻറ്റിൻ്റെ യൂസ് കുറേ കുറയും. പിന്നെ ഓട് നിൽക്കുന്ന ഓട് നാച്ചുറലി തണുപ്പിക്കാൻ സഹായിക്കും വീട്ടിന്. ഈ ഒരു നടുമുറ്റം അതോടൊപ്പം അടുക്കള എല്ലാം കൂടെ ഒരു എന്തൊരു തുറസായിട്ട് ക്ലോസ് സ്പേസസിനോടൊരു താല്പര്യം ഇല്ലായ്മയുണ്ട്. എനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും എൻ്റെ ചേട്ടനും അനിയനും എല്ലാം ഉണ്ട്. അച്ഛനും അങ്ങനെയായിരുന്നു. അപ്പം എല്ലാം തുറന്നിരിക്കട്ടെ നടക്കും. ഇത് മാത്രമല്ല, മുകളിൽ നിലയും കൂടുതൽ ഓപ്പൺ സ്പേസ് ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിൽ ഇപ്പം മെയിൻ്റെനൻസ് എങ്ങനെയാണ് ഇതിൽ? മെയിൻ്റെനൻസ് ആക്ച്വലി ഈ ഓപ്പൺ സ്പേസ് ആണ്. എന്ന് വെച്ചാൽ ജനലെല്ലാം എപ്പോഴും ഓപ്പൺ ആണ്. അപ്പം പൊടി ഭയങ്കര കൂടുതലാണ്. അപ്പം എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. എത്ര വൃത്തിയാക്കിയാലും അത് വീണ്ടും വീണ്ടും വൃത്തിയാക്കേണ്ട അവസ്ഥയാണ് ഇവിടെ. അല്ലാതെ നോക്കുകയാണെങ്കിൽ സുഖം, ഇക്കോ ഫ്രണ്ട്ലി ആണ് മാക്സിമം വീട്. അപ്പോൾ ഇവരുടെ ഈ രീതികളൊക്കെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അതായത് പുതിയതായി വീട് വെക്കാൻ പോകുന്നവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ വേനൽക്കാലത്തെ വലിയ ചൂടിൽ നിന്നൊക്കെ രക്ഷ നേടാം. പ്രേംശേഷിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.